എന്തോമ്മാ? ഹലോ ഹലോ, നിങ്ങൾ ഫോണ് വിളിക്കണെങ്കിൽ ഞാൻ വിളിക്കുമ്പോ അത് ചെവിയിൽ പിടിക്കും ശരിക്കും. കേക്കാണ്ട. എന്താ വിളിച്ചേ? ഉമ്മ. എന്താ വിളിച്ചേ? എന്തേ? മരുന്ന് കഴിഞ്ഞിട്ടില്ലല്ലോ എന്റെ ഉമ്മ. 2 ദിവസം കൂടി ഇല്ലേ? എനിക്ക് ഓർമ്മ ഉണ്ട്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഓടിപ്പോണമെന്നില്ല. നിങ്ങൾ ഈ ദിവസം ഇങ്ങനെ മരുന്ന് പറഞ്ഞിട്ടിരുന്ന അങ്ങനെ ഒരു മാസത്തേക്കുള്ള മരുന്ന് കൊണ്ടു തന്നിട്ടല്ലേ ഉള്ളൂ. ഇനി 2 ദിവസം കൂടി ഉണ്ട്. ഇതൊക്കെ അങ്ങോട്ട് വാരി തിന്ന. ആണ് കൊടുന്നു തരും. മരുന്ന് കൊടുന്ന് തന്ന അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ വിളിച്ചോളണം കേട്ടാ. മരുന്ന് പറഞ്ഞിട്ട് ആണ് കൊടുന്ന് തന്നതല്ലേ. ആണ് കൊണ്ടുവരും. നിങ്ങളൊന്ന് ഫോൺ വെച്ചാണിത്. ഞാൻ ഇങ്ങോട്ട് പോണൊന്നുമില്ല. മരുന്ന് കൊടുന്നു തരും എല്ലാം. ഇങ്ങനെണ്ടാ എന്തിനാ അത്ര ചൂടാവുന്നത്? ചൂടാവാണ്ടേ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളായിട്ടായിരിക്കും. ഇപ്പൊ 1 മാസം മുമ്പ് മരുന്ന് അവിടെ കൊണ്ടുകൊടുത്ത 1 മാസം ആവാൻ പോണേ ഉള്ളൂ. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം മുതൽ തുടങ്ങും മരുന്ന് കഴിയാനായിട്ടാ കഴിയുമ്പോഴത്തേനും കൊണ്ടാട്ടാ കഴിഞ്ഞിട്ടാ മരുന്ന് കഴിഞ്ഞു 2 ദിവസം ഉണ്ടെന്നേ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് ആയിക്കൂടെ. നിങ്ങളുടെ ഈ 100 കൂട്ടം പ്രശ്നമൊക്കെ ഉമ്മക്ക് ഓർമ്മ ഉണ്ടാവുമോ? അത് ഓർമ്മിക്കണ്ട. ഞാൻ മരുന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെയല്ലേ കൊണ്ടുകൊടുക്കല്. പിന്നെയും ഇങ്ങനെ ഡെയിലി വിളിച്ച് മരുന്ന് ഓർമ്മിപ്പിക്കേണ്ട കാര്യം ഉണ്ടാ? അതെ, നിങ്ങളുടെ ബിസിനസ്സും പ്രശ്നങ്ങളൊക്കെ ആ കാണുന്ന കേട്ടതാ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് വരണട്ടാ. അവിടെ ഒഴിവാക്കി അയച്ചു പോയി നോക്കൂ. പിന്നെ അവിടെ ഒഴിവാക്കിട്ട് വരണം. അങ്ങോട്ട് വരൊന്നും വേണ്ട. അതെ, നിങ്ങൾക്കൊന്നും അതിന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ബിസിനസ് ചെയ്തിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തു നോക്കണം. ഒരാൾക്കാരെ ഇട്ട് ഇടപെട്ട് നോക്കണം. മനസ്സിലായ? ശരി, ഞങ്ങള് പറഞ്ഞു പൊട്ടിപ്പാളീസായിട്ടാണ് പോകുന്നത്. ഇവിടെ പല ബിസിനസ്മാൻമാരും അങ്ങനെ തന്നെയാണ് പൊട്ടിപ്പാളീസായിട്ടുള്ളത്. അവനാന്റെ ശ്രദ്ധ എപ്പോഴും അതിന്റെ പിന്നാലെ ഉണ്ടാവണം. അത് മനസ്സിൽ കൊണ്ടു നടക്കും. അല്ലാതെ അത് വരുമ്പോ ഗേറ്റ് അടച്ചിട്ട് ഞാൻ പോരുക ചെയ്യുക. പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ്. എന്നോട് ഇങ്ങനെ ചൂടാവല്ലേ. ഭാര്യമാർക്ക് ബിസിനസ് കാര്യങ്ങൾ അറിയില്ല, ശരി, സമ്മതിച്ചു. പക്ഷെ വീട്ടിനുള്ളത്തെ സമാധാനം അത് ചിലപ്പോ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഭാര്യമാരെ കൊണ്ട് പറ്റൂല. അത് പറ്റും. ആ സമാധാനത്തിന്റെ കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമാധാന കുമാരന്റെ കടയിൽ പോയി വാങ്ങിക്കൊണ്ട എന്തേ? അതെ, നിങ്ങൾക്ക് ആകെ ഒരു ഉമ്മ മാത്രല്ലേ ഉള്ളൂ. എല്ലാവർക്കും 15 ഉമ്മ ഇല്ലല്ലോ. എനിക്കൊരു ഉമ്മ തന്നെയാണ്. നിങ്ങളിങ്ങനെ തോക്കിന്റെ ഉള്ളിൽ കയറി വെടിവെക്കാതെ. ആ അമ്മക്ക് ആകെ ഒരു മോൻ നിങ്ങളല്ലേ. അതാണ് പെങ്ങളോടെ പോയിക്കണേ. ഇന്നെ പറ്റാഞ്ഞിട്ടും നിങ്ങളെ പറ്റാഞ്ഞിട്ടൊന്നല്ലല്ലോ. ഇവിടെ വന്ന് നിന്നാ പോരെ. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? ഉമ്മ മരുന്ന് ചോദിച്ചാണോ പ്രശ്നം, അതോ ഉമ്മ ഇവിടെ വന്ന് നിൽക്കാത്താണോ നിങ്ങളുടെ പ്രശ്നം? രണ്ടും പ്രശ്നം തന്നെയാണ്. ഒന്നും ഉമ്മക്ക് ഇവിടെ വന്ന് നിക്കാം. നാട്ടുകാരും പറയില്ല ഇത് പെങ്ങളോടെ തന്നെ. ഓളേനെ മാത്രമേ ഉമ്മക്ക് എപ്പോഴും ഭയങ്കര കംഫർട്ട്. ആയിക്കോട്ടെ, ശരി. എന്നാ ഈ മരുന്ന് എല്ലാ ദിവസവും ഇങ്ങനെ വിളിച്ച് ഓർമ്മിപ്പിക്കണം. ഞാനെന്തോ ഒരു പിശുക്കന അല്ലല്ലോ. ഉമ്മാര് വയസ്സായതല്ലേ, ഉമ്മാർക്ക് എന്തറിഞ്ഞിട്ടാ. ഞാൻ കൂടെ ഒരു കാര്യം പറയട്ടെ. ആ ഒരു തണല് നമുക്ക് ഇല്ലാതാവുമ്പോ മാത്രമാണ് കേട്ടാ നമുക്ക് അതിന്റെ നിലയും വലിയ ശരിക്കറിയാൻ പറ്റുക. ഞാൻ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലാന്ന്. അതുപോലെയാണ് നമ്മളമ്മമാര്. നമുക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടുണ്ടാവും അല്ലേ. ഇപ്പാരും മോശമൊന്നും അല്ല. എന്നാലും എന്റെ ഓർമ്മയിൽ എന്റെ അമ്മേ രാവിലെ പെടഞ്ഞെണീക്കും. ഏകദേശം 4 മണിയാകുമ്പോ വീട്ടിലത്തെ സകലമാന പണിയും കഴിഞ്ഞ് ഞങ്ങളൊക്കെ കുളിപ്പിച്ച് ഒരുക്കി ഭക്ഷണം തന്ന് ഉപ്പാൻ ഓഫീസിക്കും പറഞ്ഞയച്ചിട്ട് 8-8:30 മണിയാകുമ്പോ എൻ്റെ അമ്മ ഒരു ഓട്ടുണ്ട്. ഇന്ന് എൻ്റെ അമ്മ ഇല്ലാതിരിക്കണ കാലത്ത് എൻ്റെ മനസ്സ് മുഴുവനും എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും ഓടിയതൊക്കെയാ. ഇന്ന് ഞാനൊരു നല്ല നിലയിലെത്തിയപ്പോ എൻ്റെ കൂടെ എൻ്റെ അമ്മയില്ല. ആകെയുള്ളത് നമ്മുടെ അമ്മ മാത്രം. നിങ്ങൾ ചെറുതായിട്ടെങ്കിലും മനവേദനിപ്പിക്കരുത്. ഉമ്മ ഇല്ലാതാകുമ്പോഴാ നമുക്ക് മട വേദന അറിയുള്ളൂ. മട സ്നേഹം നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇന്ന് ഇത്രയും പ്രായമായില്ലേ, നമുക്ക് ചിന്തിച്ചൂടെ ഉമ്മക്ക് ഓർമ്മക്കുറവുള്ളത്?
എനിക്കത് അറിയാഞ്ഞിട്ടല്ല, ഉമ്മ എപ്പോഴും ഇങ്ങനെ വിളിച്ചത് ഇങ്ങനെ പറയുമ്പോ ഉണ്ടാവണ ഒരു ഇടങ്ങേറ്, അതുകൊണ്ട് പറഞ്ഞു. ഇജ്ജ് വെറുതെ ഇന്നെ കലക്കാൻ എനിക്ക് പോയിക്കാളുന്നത്. ഓരോ വിഷയങ്ങൾ ഇത് അറിയാഞ്ഞിട്ടല്ലേ. എന്റെ പൊന്നു മോനെ ഉമ്മാക്ക് വിളിക്ക്, എന്നിട്ട് നല്ലപോലെ സംസാരിക്കും, എന്നിട്ടേ ഞാൻ പോണുള്ളൂ. അത് വിളിച്ചപ്പ അതിന് പിന്നെ ഓർമ്മ ഉണ്ടാവൂല. ഒന്ന് വിളിച്ചോക്ക്. എന്താ ഇപ്പൊ എവിടെന്ന് അതിലിടക്ക് സെൻറ്റി ആയിട്ട് വന്നു? ഞാൻ എന്റെ ഉമ്മ ശത്രു അല്ലല്ലോ, ഞാൻ മരുന്ന് വാങ്ങി കൊടുക്കണ തന്നെ. ആ ഉമ്മ, ആ ഞാനാണ്. ആ നിങ്ങളല്ലേ നേരത്തെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിരുന്നത്, അത് മറന്ന എത്ര വേഗം. ഞാനേ മരുന്നായിട്ട് വൈകുന്നേരം ആകുമ്പോ വരണ്ട് കേട്ടാ. ആ ഓളും ഉണ്ടാവും. ആ ശരി ട്ടാ, നിങ്ങൾ ഭക്ഷണം കഴിച്ചാ? ഏ ആ ആ എന്നാ ശരി ട്ടാ. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടേ വൈകുന്നേരം ആകുമ്പോ വരണ്ട് മരുന്നായിട്ട്, മറക്കണ്ടാട്ടാ. ശരി. ഇത്ര ഉള്ളു കാര്യം. അതിന് കടപട 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 ആച്ചിട്ട്. അപ്പോഴത്തെ മൂടിന് അങ്ങനെ എന്നാ തോന്നി. വാ ചോദിക്കാം. ഭ്രാന്തൻ.